ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കൊല്ലം ജില്ലയിലെ കൊല്ലത്ത് നടത്തിയ റോഡ് ഷോ കൂടുതൽ ഗൗരവമുള്ള പരിണാമഗുപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഗവർണറുടെ സുരക്ഷയ്ക്ക് CRPF ഭടന്മാരെ അയച്ച് കേന്ദ്രം വിഷയത്തിൽ ഇടപെടുന്നു. ഗവർണറെ കരിങ്കൊടി കാണിച്ച SFI പ്രവർത്തകരെ ജാമ്യം പോലും നൽകാതെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണോ ഈ സംഭവവികാസങ്ങളിലൂടെ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി SFI സെക്രട്ടറി E. അഫ്സൽ, BJP വക്താവ് E. കൃഷ്ണദാസ്, കോൺഗ്രസ് വക്താവ് K. ശബരിനാഥൻ എന്നിവർ. ആദ്യം കൃഷ്ണദാസിലേക്ക്. ശ്രീ കൃഷ്ണദാസ്, ഗവർണർ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യുന്നത് ഒരു പ്രൊട്ടസ്റ്റ് രീതിയിലേക്ക്, അതായത് സകല സുരക്ഷാ സംവിധാനങ്ങളെയും അവഗണിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് മാതിരി റോഡിലിറങ്ങി കുത്തിയിരിക്കുകയാണ്. എന്നിട്ട് പോലീസിനോട് ആജ്ഞാപിക്കുകയാണ് കേസെടുക്കൂ, DGPയെ ഫോണിൽ വിളിക്കുന്നു. ഇതൊക്കെയാണ് ഒരു ഗവർണർ ചെയ്യേണ്ട കാര്യം. അജിംസ്, വളരെ നിർഭാഗ്യകരമായ ഒരു ദിവസമാണ് നമ്മൾ ഇന്ന് കടന്നുപോയിട്ടുള്ളത്. ഗവർണർ ചെയ്യുന്നത് മാത്രമേ താങ്കൾ കാണുന്നുള്ളൂ എന്നുള്ള ചോദ്യമാണ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്. സ്വന്തം സുരക്ഷ ഉറപ്പാക്കാനാണ് ഗവർണർ റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. നോക്കൂ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നവകേരള സദസ്സ് കാസർഗോഡിൽ നിന്നും മുഖ്യമന്ത്രി തന്നെ തിരുവനന്തപുരം വരെ എല്ലാ മണ്ഡലങ്ങളിലും യാത്ര ചെയ്തത്. ആ യാത്ര ചെയ്ത സന്ദർഭത്തിൽ പോലീസ് എങ്ങനെയാണ് കരിങ്കൊടി കാട്ടാൻ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവരെ നേരിട്ടത് എന്ന് കേരളം കണ്ടതാണ്. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ അടക്കമുള്ള ആളുകളെ പോലീസ് എങ്ങനെ തല്ലിച്ചതച്ചു, ജയിലിലിട്ടു എന്നൊക്കെ കേരള സമൂഹം കണ്ടതാണ്. ഇപ്പൊ എന്താ പോലീസ് ചെയ്യുന്നത്? കാഴ്ചക്കാരെ പോലെ നിൽക്കുന്നു, റൂട്ട് ചോർത്തി കൊടുക്കുന്നു. പ്രതിഷേധക്കാർക്ക് റൂട്ട് ചോർത്തി ഗവർണർ ഇന്ന റൂട്ടിൽ കൂടെയാണ് ഗവർണർ പോകുന്നത് എന്ന് കൃത്യമായ ഇൻഫർമേഷൻ SFIക്കാർക്ക് ലഭിക്കുന്നു. SFIക്കാർ റോഡിൽ മുഴുവൻ നിരന്ന് നിൽക്കുന്നു. ബാനറുണ്ട്, കരിങ്കൊടിയുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഗവർണറുടെ വണ്ടി വരുന്ന സമയത്ത് ആ വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടുന്നു. പോലീസ് അവിടെ നിഷ്ക്രിയമായി, അതായത് പേരിന് ഇവരെ തടസ്സപ്പെടുത്താൻ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് താങ്കളാണ് എന്നോട് ചോദിക്കുന്നത് ഗവർണർ എന്തൊക്കെ കാണിക്കുന്നതെന്ന്. ഒരു ഗവർണർക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ഇത്രയും സംസ്ഥാനങ്ങളില് 28 സംസ്ഥാനങ്ങളിൽ 8-9 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒരു ഗവർണർക്ക് ഈ ഗതികേട് ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ ആഭ്യന്തര മന്ത്രാലയം പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇന്റലിജൻസ് വിഭാഗം പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. പോലീസ് നിഷ്ക്രിയമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശാനുസരണം മാത്രം പ്രവർത്തിക്കുന്ന CPMന്റെ ഒരു ചട്ടുകമായി പോലീസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ചോദിക്കട്ടെ, ഈ കരിങ്കൊടി കാണിക്കുക ആ ഒരു പ്രതിഷേധ രീതി ജനാധിപത്യപരമല്ല, അത് കേസെടുത്ത് തുറുങ്കിലടക്കേണ്ട കുറ്റകൃത്യമാണ് എന്ന് BJPക്ക് അഭിപ്രായമുണ്ടോ? അല്ല, മുഖ്യമന്ത്രിയുടെ കാര്യം വിട്. CPMന്റെ മുഖ്യമന്ത്രിയുടെ കാര്യം വിട്. അത് നമുക്ക് CPMനോട് ചോദിക്കാം. BJPയുടെ നിലപാട് എന്താണ് കാര്യത്തിൽ? ഒരാളെ കരിങ്കൊടി, അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നത് ജനാധിപത്യ വിരുദ്ധമാണോ? അതായത് അവരെ കുറ്റം ചാർത്തി തുറുങ്കിലടക്കേണ്ട ഒരു കുറ്റകൃത്യമാണോ അത്? ഗവർണർക്ക് ഒരു നിയമം, മുഖ്യമന്ത്രിക്ക് ഒരു നിയമം എന്നില്ല. മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി മാത്രമല്ല, ഒരു കറുത്ത കാക്ക മേലെ കൂടെ പറന്നു കഴിഞ്ഞാൽ വെടിവെച്ചിടാനുള്ള ഉത്തരവാണ് മുഖ്യമന്ത്രി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കറുത്ത കൊട പിടിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഹാലിളകും. കറുത്ത ഷർട്ട് ഉടുക്കാൻ സാധിക്കില്ല. ശബരിമലയ്ക്ക് മാലയിട്ട് കറുത്ത മുണ്ടുടുത്തവരെ അറസ്റ്റ് ചെയ്ത നാടാണ് കേരളം. പേടിച്ചിട്ട് പ്രതിഷേധിക്കാനാണോ എന്ന് പേടിച്ചിട്ട് പോലീസ് പൊക്കിക്കൊണ്ടുപോയിട്ടുള്ള നാടാണ് കേരളം. എന്നിട്ട് താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രി, ഞാൻ BJPയുടെ ഒരു സ്റ്റാൻഡ് ചോദിക്കുകയാണ് ആ കാര്യത്തിൽ. ഈ കരിങ്കൊടി പ്രതിഷേധം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടിക്ക് കരിങ്കൊടി കാണിക്കുന്നതിനോട് ഈ പറയുന്നില്ല അവരെയൊക്കെ ജയിലിലിടണം എന്ന അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഗവർണർ ആവശ്യപ്പെട്ടത് അവർക്കെതിരെ കേസെടുക്കണം. അവർക്ക് ജാമ്യം പോലും കിട്ടിയില്ല, റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കൃഷ്ണദാസ്. അല്ല, അത് കരിങ്കൊടി കാണിച്ചതുകൊണ്ട് മാത്രമല്ല. ഗവർണർ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, അവരുടെ കയ്യിലുണ്ടായിരുന്ന വടി കാറിലേക്ക് എറിഞ്ഞു, കാറിൽ തട്ടി. കാർ ആക്രമിച്ച സമയത്താണ് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം ഇവിടെ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച പ്രതിഷേധം നടന്നല്ലോ. ഗവർണർ ഒന്നും മിണ്ടിയില്ലല്ലോ. എന്തെങ്കിലും മിണ്ടിയോ ഗവർണർ? പ്രതിഷേധിച്ചോട്ടെ, പൊക്കോട്ടെ എന്ന് ഗവർണർ പറഞ്ഞു. അപ്പൊ ഇത് ആക്രമിക്കാൻ വരുന്ന സമയത്ത് മാത്രമാണ് ഗവർണർ പ്രതിഷേധിക്കുന്നത്. ഗവർണർ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് റോഡിൽ കുത്തിയിരുന്നത്. അല്ലാതെ
ഇത് ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സമരമാണ് എന്ന് നമുക്ക് ഒരിക്കലും ഗവർണർ ചെയ്തതും ജനാധിപത്യ വിരുദ്ധമാണ് നമുക്ക് ഈ പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ് ദൃശ്യം. ഒരു നിമിഷം, നമ്മൾ ആ സ്ക്രീനിൽ കാണുന്നതാണ് ദൃശ്യം. ഗവർണർ ദൂരെ റോഡിൽ നിന്ന് വരുന്നു. ഏതാണ്ട് ഒരു 100 മീറ്റർ അകലെ ഈ പ്രതിഷേധക്കാർ ബാനർ പിടിച്ചു നിൽക്കുന്നു. ഗവർണർ 100 മീറ്റർ അകലെ വണ്ടി നിർത്തി നടന്ന് പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ എവിടെയാണ് ഈ കോല് വെച്ചെറിഞ്ഞു എന്ന് പറയുന്നത്? ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ സംഭവിച്ചതാണ്. ആരാണ് ഈ കമ്പ വെച്ച് എറിഞ്ഞു എന്ന് പറയുന്നത്? ആ ദൃശ്യങ്ങളിൽ അങ്ങനെ ഒരു സീനേ ഇല്ല. അല്ല, അത് ഗവർണർ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ ഗവർണർ പറയുന്നതാണ് പ്രശ്നം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കൃത്യമായ സുരക്ഷാ വീഴ്ചയാണ്. ആ സുരക്ഷാ വീഴ്ചയ്ക്ക് ഒരേ ഒരു കാരണക്കാരൻ ഗവർണറാണ്. ഗവർണർ ദൂരെ നിന്ന് വണ്ടി നിർത്തി ഇറങ്ങി ഇവരുടെ അടുത്തേക്ക് വരികയാണ്. ഒരിക്കലും പറയാൻ സാധിക്കില്ല. അത് അജിംസിന് ഇത് കാണുന്നതാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണ് ഈ പറയുന്നത്. എല്ലാം മഞ്ഞായിട്ട് കാണുന്നുണ്ടാവും. അതായത് ഗവർണർ ഒരു സുരക്ഷാ വീഴ്ചയും വരുത്തിയിട്ടില്ല. ഗവർണറുടെ ഈ പറയുന്ന സഞ്ചാരത്തിന് അവിടെ തടസ്സമുണ്ടായി. ഗവർണർ ഈ പരിപാടിക്ക് പോകുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടി SFI ഗുണ്ടകൾ ഈ പറഞ്ഞ രീതിയിൽ ശ്രമം നടത്തി. ഗവർണർ അതിനെതിരെ പ്രതിഷേധിച്ചു. പോലീസ് കേസെടുക്കണമെന്ന് നിർബന്ധിച്ചു. ഈ പറഞ്ഞ രീതിയിൽ ഇത്തരത്തിലുള്ള അക്രമവും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഗവർണർ നിലപാടെടുത്തു. അതിനെ ഭാരതീയ ജനതാ പാർട്ടി അഭിനന്ദിക്കുന്നു. ശരി, ശ്രീ അഫ്സൽ, നിങ്ങൾ ഈ പ്രതിഷേധം നടത്തുക മാത്രമല്ല, ഗവർണറുടെ വാഹനം ആക്രമിച്ചു എന്നാണ് ഗവർണറും അത് പറയുന്നുണ്ട്. മുമ്പ് നടത്തിയ പ്രതിഷേധത്തിൽ കാർ കേടുവരുത്തുന്ന വിധം കാർ ആക്രമിച്ചു. അപ്പോഴാണ് ഗവർണർക്ക് പുറത്തിറങ്ങേണ്ടി വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണോ? ഗവർണറാണ് പറയുന്നത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ വാദമല്ല ഇത്. ഗവർണർ പറയുന്നത് ഒരു നിമിഷം കൃഷ്ണദാസ്, അഫ്സൽ പറയൂ. ഒരു നുണ 100 ആവർത്തി പറഞ്ഞാൽ അത് സത്യമായി മാറുമെന്ന് വിശ്വസിക്കുന്നവർ ഹിറ്റ്ലറിൻ്റെ ഗീബൽസിൻ്റെ സിദ്ധാന്തം ഇപ്പോഴും ഏറ്റുവാങ്ങി കൊണ്ടു നടക്കുന്നവർ ഈ രാജ്യത്ത് BJP ആണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രതികരണം പോകുന്നത്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ വേണ്ടി കഴിയുന്നു. ഇവിടെ അവതാരകൻ പറഞ്ഞല്ലോ, അത് സ്ക്രീനിലേക്ക് നോക്കൂ. എവിടെയാണ് SFI പ്രവർത്തകർ ഗവർണറെ ആക്രമിച്ചത്? പ്രതിഷേധിക്കാൻ അവകാശമുള്ള രാജ്യമാണിത്. ഈ രാജ്യം അതിന് റിപ്പബ്ലിക് ദിനം ആചരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ആ രാജ്യത്ത് പ്രതിഷേധിക്കാൻ ഒത്തുകൂടിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ഭരണഘടനാ തലവൻ ഗവർണർ പാഞ്ഞെടുക്കുകയാണ്. ഇന്ന് കൊല്ലത്ത് ആരെങ്കിലും ആക്രമിക്കാൻ ഉദ്ദേശിക്കുകയോ ആക്രോശിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് SFI പ്രവർത്തകരെ ആക്രോശിക്കാൻ വേണ്ടി ഇടപെട്ടത് ഗവർണറാണ്, SFI പ്രവർത്തകരല്ല. ജനാധിപത്യപരമായി, മാതൃകാപരമായി, സമാധാനത്തോടു കൂടി സമരം ചെയ്യുകയായിരുന്നു SFI പ്രവർത്തകരെന്ന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടില്ലാത്ത, ബുദ്ധിക്ക് പ്രശ്നം പറ്റിയിട്ടില്ലാത്ത ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇതിങ്ങനെ നുണകൾ ഇങ്ങനെ പടച്ചു വിടുകയാണ്. ഇത് കാണാത്ത ആളുകൾ, ഇങ്ങനെ വിഷയങ്ങൾ അറിയാത്ത ആളുകൾ ഈ BJP നേതാവിൻ്റെ സംസാരം കേട്ട് വിശ്വസിച്ചാലോ എന്ന് മനസ്സിലാക്കിയെന്ന് ചിന്തിച്ച് ഒരു നുണ 100 വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അത് സത്യമായി മാറുമെന്നുള്ള ഹിറ്റ്ലറിനെ വിജയിപ്പിച്ച ഗീബൽസിന്റെ സിദ്ധാന്തം ഇപ്പോഴും പ്രയോഗിക്കുന്നത് അപഹാസ്യമാണ് എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇവിടെ ഗവർണർ എത്രയൊക്കെ ആക്രോശിച്ചാലും, ഗവർണർ എത്രയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആവോ എന്ന് പറഞ്ഞ് SFI പ്രവർത്തകരെ പ്രകോപിപ്പിച്ചാലും അവർ SFI പ്രവർത്തകരാണ്. SFI തീരുമാനിച്ചിട്ടുള്ളത് ഈ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്താനാണ്. കരിങ്കൊടി പ്രതിഷേധമേ SFI നടത്തുകയുള്ളൂ. അതാണ് SFIയുടെ തീരുമാനം. അതിൽ നിന്ന് പുറകോട്ടുമില്ല, അതിൽ നിന്ന് അപ്പുറത്തേക്കുമില്ല. അല്ല, ഈ കരിങ്കൊടി പ്രതിഷേധം ജനാധിപത്യപരമാണെന്ന് അങ്ങ് പറയുന്നു. പക്ഷെ അത് മുഖ്യമന്ത്രിക്കെതിരാകുമ്പോൾ ജനാധിപത്യ വിരുദ്ധവും ക്രിമിനൽ കുറ്റവും ഒക്കെ മുദ്രാവാക്യം വിളിയും കരിങ്കൊടി പ്രതിഷേധവും അതും BJP ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രക്ഷാപ്രവർത്തനം അഫ്സൽ എല്ലാം മുഖ്യം. ഞാൻ ഇവിടെ SFIയുടെ നിലപാട് പറയാൻ വേണ്ടി വന്നതാണ്. അതല്ല, ഗവർണറുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിൽ ഈ കരിങ്കൊടി പ്രതിഷേധം പോലീസ് അനുവദിക്കുമോ? മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിൽ അവരെ പോലീസ് കൈകാര്യം ചെയ്യില്ലേ? എനിക്കെതിരെ എന്തുമാവാം. മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണ് നിങ്ങൾ കൂലിപ്പട്ടാളമാണ് എന്നാണ് ഗവർണർ പറഞ്ഞത്. യെസ്, മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിൽ കരിങ്കൊടി പ്രതിഷേധം നടന്നിട്ടില്ലേ? നവകേരള സദസ്സിൽ ഉടനീളം നടന്നില്ലേ? അതിനുശേഷം അവസാനം പ്രതിഷേധത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ അവരെ തല്ലിപ്പൊട്ടിക്കുന്ന കേസുണ്ടായി. പോലീസ് അവരെ മർദ്ദിക്കുന്നത് നാം കണ്ടു. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ പുറത്തിറങ്ങി പ്രതിഷേധക്കാരെ തല്ലുന്നത് നാം കണ്ടു. ഇതൊന്നും ഇവിടെ കാണുന്നില്ല എന്നാണ് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. SFI നടത്തുന്ന കരിങ്കൊടി പ്രതിഷേധത്തിൻ്റെയും
യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും നടത്തുന്ന കരിങ്കൽ പരിഷത്തിന്റെ വിഷ്വൽ ഇവിടെ കാണിക്കാം. നമുക്കത് അനലൈസ് ചെയ്യാം. SFI നടന്ന കരിങ്കൽ പരിഷത്ത് എന്താണ്? KSUക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരും ആത്മഹത്യാ പ്രവണതയാണ് കാണിച്ചത്. അതിനെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ ഈ ചർച്ച അതിലേക്ക് വലിച്ചിഴച്ചത് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും സമരത്തെക്കുറിച്ചുള്ള ചർച്ചയാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് ആർക്കും പ്രതിഷേധിക്കാനും സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഹരിക്കുന്ന രീതിയിലാണ് ഇന്ന് ഗവർണർ ഇടപെട്ടത് എന്നാണ് SFIയുടെ അഭിപ്രായം. ശരി, ശ്രീ ശബരിനാഥൻ, ഇവിടെ ഇന്ന് ഗവർണർ കാണിച്ച ആ ഷോ മാത്രമല്ല, അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് പോലീസിനോട് ആജ്ഞാപിക്കുകയാണ് കേസെടുക്കാൻ. DGPയെ ഫോണിൽ വിളിക്കുന്നു. അതേ തുടർന്ന് മുഴുവൻ പേർക്കെതിരെയും കേസെടുത്തതിന് ശേഷമാണ് അദ്ദേഹം ആ സമരം അവസാനിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്രം ഇടപെടുന്നു. CRPF ഭടന്മാർ ഇനി അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കും എന്നൊക്കെയാണ് വരുന്നത്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഗവർണറുടെ ഈ നിലപാടിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? ഇല്ല, ഈ ഒരു വിഷയത്തിൽ വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാട് കൃത്യമായിട്ട് എടുത്തിട്ടുള്ളത് UDFും പ്രതിപക്ഷവുമാണ്. ഗവർണർ കാണിക്കുന്ന ഈ ഒരു നാടകത്തിനോട് ഒരു തരത്തിലും ചേർന്ന് പോകുവാൻ കോൺഗ്രസിന് കഴിയുകയില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഗവർണർ നിയമസഭയിൽ നടത്തിയ ഗവർണർ നയപ്രഖ്യാപനത്തിൽ ആദ്യം അതിനെതിരെ സംസാരിച്ചത് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവുമാണ്. CPM ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി മീറ്റിംഗ് വിളിച്ച് MLA-മാരുടെ മീറ്റിംഗ് വിളിച്ചതിന് ശേഷമാണ് മയപ്പെട്ടൊരു നിലപാട് പറഞ്ഞത്. ഏറ്റവും ശക്തമായി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഗവർണർ കാണിച്ചത് മോശമാണെന്ന് ആദ്യം പറഞ്ഞു നാടിൻ്റെ പ്രതിപക്ഷമാണ്. ആ ആർജവും പോലും CPM ഇന്നലെ കാണിച്ചില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഗവർണർ ചെയ്യുന്നതൊക്കെ ശുദ്ധ മലയാളത്തിൽ പറയുകയാണെങ്കിൽ തോന്നിയവാസമാണ്. ഒരു തരത്തിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്തത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഇപ്പോൾ നേരത്തെ അഫ്സർ അടക്കമുള്ള ആളുകൾ സമരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ സമരം വ്യത്യസ്തമാണ്, SFIയുടെ സമരം വ്യത്യസ്തമാണെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. കൃത്യമായി നമ്മൾ പറയുന്ന നിലപാട് കരിങ്കൊടി കാണിക്കുവാനുള്ള, പ്രതിഷേധിക്കുവാനുള്ള നിലപാടും അവകാശം എല്ലാവർക്കുമുണ്ട്. അതിപ്പോൾ നാളെ കോൺഗ്രസ് ഭരണപക്ഷത്ത് വന്നാലും നമ്മളത് അംഗീകരിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ സഹപ്രവർത്തകർ കരിങ്കൊടി കാണിക്കുമ്പോൾ അവരെയൊക്കെ നിഷ്ഠൂരമായി ആക്രമിക്കുന്നത്, അദ്ദേഹം എന്താണ് പറഞ്ഞത്, ആത്മഹത്യാ പ്രവണത എന്നുള്ളത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ വന്ന് KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാഗത്തെയും അടിച്ചിട്ട് നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങളുടെ പോലീസുകാർ ആക്രമിച്ച ആളുകൾ ഇന്നും ആശുപത്രിയിൽ അവർ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ, 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, KSU പ്രവർത്തകർ എത്രയോ ദിവസം ജയിലിൽ കിടന്നു. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ നിങ്ങളുടെ ആളുകളെ ഈ പറഞ്ഞ ഗവർണർ നാടകത്തിൻ്റെ ഭാഗമായി ഗവർണർ ഉത്തരവ് നിങ്ങൾക്ക് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, അസഹിഷ്ണുത, ഗവർണറുടെ ഭാഗത്തുള്ള അസഹിഷ്ണുതയും പിണറായി വിജയൻ്റെ ഭാഗത്തുള്ള അസഹിഷ്ണുതയും ഒന്ന് തന്നെയാണ്. അത് രണ്ടും, അവർ രണ്ടുപേർക്കും ഉള്ള പദവികളേക്കാൾ മുകളിൽ അവർ വളർന്നു എന്നുള്ള ആ ഒരു അസഹിഷ്ണുതയാണ്. ഒരു പ്രൊപ്രൈറ്റി ഇല്ലാത്ത, ഔന്നത്യമില്ലാത്ത, രാഷ്ട്രീയത്തിലുള്ള ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞതയുണ്ട്. ആ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഇല്ലാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഗവർണറും മുന്നോട്ട് പോകുന്നതാണ് സംഭവിക്കുന്നത്. എനിക്കൊരു കാര്യം, ബഹുമാന പ്രതിപക്ഷ ഒരു കാര്യം എനിക്കൊന്ന് ഫോക്കസ് ചെയ്യാറുണ്ട്. ഇവിടെ നടക്കുന്നത് CPMൻ്റെയും BJPൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റാണ്. പല ആവർത്തിയും കോൺഗ്രസ് പറയുന്നത് ഇത് തന്നെയാണ്. ഇവർ പുറത്ത് വലിയ രീതിയിലുള്ള പോരാട്ടവും സമരവും നടത്തുമ്പോൾ, SFIയിലെ വിദ്യാർത്ഥികളെ വെച്ച് കേരള മുഖ്യമന്ത്രി സമരം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ബില്ലുകൾ പിടിച്ചു വെച്ചുകൊണ്ട് ഗവർണർ സമരം നടത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം മാത്രമേ ഇടപെടരുത്. നിങ്ങൾക്കറിയാം, ഈ ഗവർണർ ഒറ്റ പ്രാവശ്യമാണ് രാജ്ഭവനിൽ വെച്ച് പത്രസമ്മേളനം നടത്തിയത്, 2021 ഡിസംബർ 8. ആ ഡിസംബർ 8-ാം തീയതി ഈ പറഞ്ഞ കണ്ണൂർ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണർ കുറ്റം സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഇടപെട്ടതുകൊണ്ടും അവരുടെ പ്രഷർ കാരണമാണ് ഞാൻ ഈ പറഞ്ഞ ആളെ, നമ്മുടെ ഗോപിനാഥൻ രവീന്ദ്രനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ VC ആക്കിയെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ആ കുറ്റസമ്മതം VC നടത്തിയ ഗവർണർ നടത്തിയപ്പോൾ ആ വിഷയത്തിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല വിജിലൻസ് കോടതിയിൽ ഒരു കേസ് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കറിയാം, വിജിലൻസ് കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ പ്രോസിക്യൂഷനുള്ള അനുമതി തേടണമെങ്കിൽ ഉന്നതമായിട്ടുള്ള അതിൻ്റെ ഏറ്റവും നമ്മുടെ മുകളിലുള്ള അനുമതി നൽകണം. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു അനുമതി നൽകണമെങ്കിൽ ആ അനുമതി കൊടുക്കേണ്ടത് കേരളത്തിൻ്റെ ഗവർണറാണ്. ആ അനുമതി ഇന്നേ വരെ കേരളത്തിൻ്റെ ഗവർണർ നൽകിയിട്ടില്ല. അതിനുശേഷം 2023 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെട്ട് ഈ പറഞ്ഞ കണ്ണൂർ VCയുടെ സ്ഥാനം റദ്ദാക്കി. ആ സ്ഥാനം റദ്ദാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ഗവർണർ നടത്തിയത് അൺഡ്യൂ ഇൻ്റർഫറൻസ്, അൺവാറണ്ടഡ് ഇൻ്റർഫറൻസ് ഓഫ് ദി റൂളിംഗ് പാർട്ടി എന്നാണ്. അപ്പോൾ ഗവർണറുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും അനാവശ്യമായ ഇടപെടലുകൾ കാരണമാണ് താൻ ഈ നിയമനം നടത്തിയതെന്ന് ഗവർണർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഉദ്ധരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ പറഞ്ഞ ഗോപിനാഥൻ രവീന്ദ്രനെ സ്ഥാനഭ്രഷ്ടനാക്കിയത്. അത് കഴിഞ്ഞ് വീണ്ടും ശ്രീ ജ്യോതികുമാർ ചാമക്കാല വിജിലൻസ് കോടതിയിൽ പോയി.
ആ വിജിലൻസ് കോടതിയിൽ പോകുമ്പോൾ ആ പ്രോസിക്യൂഷൻ അനുമതി ബഹുമാനപ്പെട്ട ഗവർണർ നൽകിയാൽ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ രാജിവെക്കേണ്ട അവസ്ഥയിൽ എത്തിയാലേ. എന്തുകൊണ്ട് കേരളത്തിൻ്റെ ഗവർണർ വിജിലൻസ് കോടതിയിൽ അനുമതി നൽകുന്നില്ല? വളരെ ക്ലിയർ അല്ലേ? നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ആ വിജിലൻസ് ആരോപണം നിൽക്കട്ടെ ശബരിനാഥൻ. എന്റെ ചോദ്യം മറ്റൊന്നാണ്. അതിലും ഗുരുതരമായ മറ്റൊരു പ്രശ്നമുണ്ടല്ലോ. ഗവർണറുടെ ഇടപെടലിനെ തുടർന്ന് സർവകലാശാലകൾ സംഘവൽക്കരിക്കപ്പെടുന്നു, കാവ്യവൽക്കരിക്കപ്പെടുന്ന ഒരു ആക്ഷേപമാണ് SFIക്കുള്ളത്. അത് ഈ നാമനിർദ്ദേശം, സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ, അതുപോലെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ല് ഒപ്പിടാതെ മാറ്റിവെച്ചിരിക്കുന്നത് മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ SFI ഉന്നയിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ വാലിഡല്ലേ? ആ പ്രശ്നത്തിൻ്റെ മേൽ SFIക്ക് സമരം ചെയ്യാനുള്ള റൈറ്റ് ഇല്ലേ? ഇല്ല, SFIക്ക് സമരം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ആ പ്രശ്നത്തിൽ നമ്മൾ വിഷയം മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ 16 ആളുകളെയും കാലിക്കറ്റിൽ 17 ആളുകളെയുമാണ് ഗവർണർക്ക് നിയമിക്കാൻ കഴിയുന്നത്. അതിൽ വിദ്യാർത്ഥികളിൽ നിന്ന് എടുക്കുന്ന 4-5 ആളുകളുടെ വിഷയത്തിലാണ് ഇപ്പോൾ കോടതിയിൽ പോകുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ കേസ് റദ്ദാക്കിയതല്ലേ, ഇവർ കേസ് മര്യാദയ്ക്ക് വാദിക്കാൻ ഇവർ കഴിഞ്ഞു. മറ്റൊരു യൂണിവേഴ്സിറ്റിയിലെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിയമപരമായിട്ടൊന്നും ചെയ്യാതെ റോഡിൽ പോരാട്ടം കാണിച്ച് ജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു അതൃപ്തിയുടെ ഒരു ഫ്രെയിം ഉണ്ടാക്കുകയാണ്. ഇവിടെ ജനകീയമായ വിഷയങ്ങൾ ഇടപെടുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ അജിംസെ, ഇവർ തമ്മിലുള്ള ഈ പ്രശ്നം കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം തകർന്നിരിക്കുകയല്ലേ? ഈ നാട്ടിൽ സ്കൂളുകൾക്കുള്ള ഉച്ചക്കഞ്ഞിക്കുള്ള ഭക്ഷണം ഈ സർക്കാർ കൊടുക്കുന്നില്ല. SC കുട്ടികൾക്കുള്ള ഈ പറഞ്ഞ സ്റ്റൈപ്പൻഡ് അടക്കമുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല. ആദിവാസി മേഖലയിലെ കുട്ടികളെ ഊരിൽ നിന്ന് സ്കൂളിലേക്ക് കൊണ്ടുവരുവാനുള്ള ഗോത്രസാരഥി പദ്ധതി ഈ സർക്കാർ പേര് മാറ്റി വിദ്യാവാഹിനിയാക്കി. ആ കുട്ടികൾ പോകുന്ന വാഹനത്തിന് ഇന്ധനം അടിക്കാത്തത് കൊണ്ട് ആദിവാസി ഊരിലെ കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുകയാണ്. ഇവിടെ 40,000 വിദ്യാർത്ഥികളാണ് ഒറ്റ വർഷം കേരളത്തിൽ വെളിയിൽ പോയി അഡ്മിഷൻ എടുത്തത്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം തകർത്തത് ഈ രണ്ടാളുകളോടല്ലേ. ഇന്ന് 14 യൂണിവേഴ്സിറ്റികളിൽ 9 യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ആക്ടിംഗ് ആയിട്ടുള്ള വൈസ് ചാൻസലർമാരാണ്. കേരള സർക്കാരിൻ്റെ 66 ആർട്സ് ആൻഡ് സയൻസ് കോളേജിനകത്ത് പ്രിൻസിപ്പൾ ഇല്ല. കാരണം ഇവർക്ക് വെക്കാൻ അവിടെ സഹാക്കളില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ വിദ്യാഭ്യാസ രംഗത്തെ കുത്തഴിഞ്ഞ രംഗത്തേക്ക് കൊണ്ടുപോയി ഈ ഗവർണറും ഈ പറഞ്ഞ മുഖ്യമന്ത്രിയും SFIയും കൂടെ ഒക്കെ ചേർന്ന് ഇല്ലാതാക്കിയത് കൊണ്ട് അത് അനുഭവിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ആ സാധാരണക്കാരായ ആളുകളുടെ നികുതി പണം കൊണ്ടല്ലേ മുഖ്യമന്ത്രിയായിട്ടും ഈ പറഞ്ഞ ആരിഫ് മുഹമ്മദ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ജനങ്ങളോടൊരു പ്രതിബദ്ധതയില്ലാതെ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി കൃത്യമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു മുന്നോട്ട് പോവുകയാണ്. ഇതിപ്പോൾ മുഖ്യമന്ത്രി CRPFനെ കൊണ്ടുവരുന്നതും SPG കൊണ്ടുവരുന്നതും ഒക്കെ അവർ കേന്ദ്രം ചെയ്യുന്ന കാര്യമാണ്. അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ ഇല്ല. പക്ഷേ വേറൊരു കാര്യം മനസ്സിലാക്കണം, ഇതേ കേരളത്തിൽ 40-50 പോലീസുകാരെ കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോകുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേർക്കും ഈ വിഷയത്തിൽ ഒരു മോറൽ ഹൈഗ്രൗണ്ട് എടുക്കുവാനുള്ള അവർക്ക് രണ്ടുപേർക്കും റൈറ്റ് ഇല്ല. ഇവിടെ ഗവർണർ കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള പ്രവണതയാണ്. അതുപോലത്തെ മോശപ്പെട്ട പ്രവണതയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാണിക്കുന്നത്. ശരി കൃഷ്ണദാസ്, ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് അദ്ദേഹം വരികയാണ്. അത് എത്രമാത്രം ഭരണഘടനാപരമായ വഴികളിലൂടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും. കാരണം നിയമസഭ പാസ്സാക്കിയ ബില്ല് ഒപ്പിടാതെ പിടിച്ചു വയ്ക്കുക, തന്നിഷ്ടത്തിന് സെനറ്റിലേക്ക് ആളുകൾ നാമനിർദ്ദേശം ചെയ്യുക, അവിഹിതമായ ഇടപെടലുകൾ നിയമനങ്ങളിലും നാമനിർദ്ദേശങ്ങളും നടത്തുക, എന്നിട്ട് ഒരു ഗവർണറുടെ പദവിക്ക് ഒരു തരത്തിലും യോജിക്കാത്ത രീതിയിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഗവർണർമാർ, ഈ കൃഷ്ണദാസ് ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം സർക്കാരിനെതിരെ, മൈ ഗവൺമെൻറ്റിനെതിരെ ഇത്രയധികം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വിമർശനം ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു ഗവർണറെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഇതിലൊരു അസ്വാഭാവികത നിങ്ങൾക്ക് തോന്നില്ലേ? അജിംസ്, താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മുടെ SFIയുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചൊരു സംഗതി ഉണ്ട്. അതായത് പ്രതിഷേധിക്കാൻ അവകാശമുള്ള രാജ്യമാണ്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതിലൊന്നും യാതൊരു സംശയവുമില്ല. പ്രതിഷേധിക്കാനുള്ള രാജ്യമാണ് ഭാരതം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ജനാധിപത്യം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യമാണ് ഭാരതം എന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് ബാധകമാണ്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്ന സമയത്ത് എങ്ങനെയാണ് DYFIക്കാർ രക്ഷാപ്രവർത്തനം നടത്തിയത് എന്ന് താങ്കൾ ഒന്ന് പഠിക്കണം. അവിടെ എങ്ങനെയാണ് പോലീസ് പെരുമാറിയതെന്ന് താങ്കൾ ഈ പറഞ്ഞ ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഈ മാനദണ്ഡം എല്ലാവർക്കും ബാധകമാണ്. മുഖ്യമന്ത്രിക്കൊരു നിയമം, ഗവർണർക്ക് ഒരു നിയമം, നാട്ടുകാർക്ക് വേറൊരു നിയമം, അത്തരത്തിൽ നടക്കില്ല. ഇത് വെള്ളരിക്കപ്പെട്ടണമല്ല, എല്ലാവർക്കും ഒരേപോലെ തന്നെ പ്രതിഷേധിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഇതിനെല്ലാം അതീതനാണെന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കില്ല.
മുഖ്യമന്ത്രി എങ്ങനെയാണ് ഒരു കരിങ്കൊടി കാണിച്ച സമയത്ത് എങ്ങനെയാണ് പോലീസും സ്വന്തം ഗൺമാൻമാരും എങ്ങനെയാണ് പെരുമാറിയത്, ഡിവൈഎഫ്ഐക്കാർ എങ്ങനെ പെരുമാറി എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് താങ്കളൊന്ന് കൃത്യമായിട്ടൊന്ന് പഠിക്കണം. പിന്നെ നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ശബരിനാഥൻ ഇവിടെ ചില സംഗതികൾ പറഞ്ഞു. CPM-ഉം BJP-യും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ശബരിനാഥൻ, നിങ്ങൾ ആരെയാണ് പൊട്ടനാക്കാൻ ശ്രമിക്കുന്നത്? ആര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ്? നിങ്ങൾ ഇന്ത്യ സഖ്യം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും സീതാറാം യെച്ചൂരിയും കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും കൂടിയിട്ടല്ലേ ഡൽഹിയിൽ ഇരുന്ന് സൂപ്പ് കുടിച്ചിട്ട് ഇപ്പൊ സീറ്റ് വിഭജന ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാണ് നിങ്ങൾ പറയുന്നത്? BJP-യും CPM-ഉം തമ്മിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നത്? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള ഈ സംഗതികൾ കാണുമോ? ഗവർണർ എന്തിനെതിരെയാ പ്രതിഷേധിക്കുന്നത്? കേരളത്തിലെ സർവകലാശാലകളിൽ അനധികൃതമായി നിയമനം നടത്തുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും വഴിവിട്ട നിയമനങ്ങൾ നടക്കുന്നു. പേഴ്സണൽ സ്റ്റാഫിൽ 2 വർഷം പണിയെടുത്തു കഴിഞ്ഞാൽ മന്ത്രിമാര് അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്ത മുഴുവൻ ആളുകൾക്കും പെൻഷൻ അനുവദിക്കാനുള്ള ഈ ലോകത്ത് എവിടെയുമില്ല. അഫ്സൽ പറയേണ്ടതാണ്, എവിടെയെങ്കിലും ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ 2 വർഷം ഒരു മന്ത്രിയുടെ കൂടെ പണിയെടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെൻഷൻ കിട്ടുമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു സംവിധാനമുണ്ടോ? ഇതിനെതിരെ ഗവർണർ പ്രതിഷേധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന വേദനയ്ക്കും. ഗവർണർ ഈ വിഷയങ്ങളെല്ലാം ഈ പറയുന്ന ഓരോന്ന് എടുക്കുകയാണ്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ കൃഷ്ണദാസ്, അതൊന്നും ഗവർണറുടെ പണിയല്ലെന്നേ. അത് സുരേന്ദ്രൻ ചെയ്യട്ടെ, കൃഷ്ണദാസ് ചെയ്യട്ടെ. ഗവർണറുടെ പണിയല്ല അതൊന്നും. അത് ഗവർണറുടെ പണിയല്ല. ഗവർണർക്ക് എന്താ അധികാരമാണ് റോഡിൽ കുത്തിയിരുന്ന് DGP-യുടെ എനിക്കെതിരെ പ്രതിഷേധിച്ച കേസെടുക്കുമെന്ന് ആജ്ഞാപിക്കാൻ ഏത് ഭരണഘടനയാണ് അദ്ദേഹത്തിന് അധികാരം കൊടുക്കുന്നത്? ഗവർണർ പ്രതിപക്ഷ നേതാവ് ചമയല്ല. ഗവർണറുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഗവർണർ ഏതറ്റം വരെ പോവും. ഇന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി V. മുരളീധരൻജി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ഗവർണറെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നത്. ഇത് ഒരു മേശക്കപ്പുറവും ഇപ്പുറവും പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങളല്ലേ? ഇത്രയും വഷളാക്കിയത് ആരാ? ഈ സർക്കാരാണ്. ഗവർണറുടെ അധികാരത്തിൽ നിന്നുകൊണ്ട് സിൻഡിക്കേറ്റിൽ ഇന്ന ആളുകളെ നിയമിക്കണം, സെനറ്റിലേക്ക് ഇന്ന ആളുകളെ നിയമിക്കണം എന്ന് ഗവർണർ അധികാരം ഉപയോഗിക്കുന്ന സമയത്ത് ഈ സർക്കാർ എങ്ങനെ തടസ്സപ്പെടുത്തും? ഈ സർക്കാർ നിയമനങ്ങളിൽ പിൻവാതിലൂടെ അവരുടെ ബന്ധുക്കാരെ നിയമിക്കുന്ന സമയത്ത് അതിന് തടസ്സവാദം ഉന്നയിക്കുന്ന ഗവർണർക്കെതിരെ എങ്ങനെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെയാ തടസ്സപ്പെടുത്തുക ഗവർണറെ? ഗവർണർ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിക്കുന്ന സമയത്ത് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പൊ സുപ്രീം കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? സുപ്രീം കോടതി എന്ത് പറഞ്ഞു? എന്തെങ്കിലും പറഞ്ഞോ? എന്തായി? ആ ബില്ല് എന്തായി? ഇപ്പൊ കേസ് കൊടുത്തല്ലോ, എന്തായി? എന്തെങ്കിലും ആയി? അല്ല, ഈ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള ബില്ലിൽ ഒപ്പിടാതെയാണ് അദ്ദേഹം നിങ്ങൾ ഈ പറയുന്ന അധികാരം ഉപയോഗിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അതിനെതിരെയാണ് SFI പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആകെയുള്ള പണി എന്താണ്? ഭരണഘടന അദ്ദേഹത്തോട് പറഞ്ഞ പണി അദ്ദേഹം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ഭരണഘടന, ഗവർണർ എന്ന പദവിക്ക് ഭരണഘടന നൽകിയ പണി അദ്ദേഹം ചെയ്യുന്നില്ല. പകരം ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുന്നു. അവിടെയാണ് പ്രശ്നം. ഗവർണറുടെ പണിയെ സംബന്ധിച്ച് ജഡ്ജ് ചെയ്യേണ്ട ആളല്ല ഞാനും അജിംസും. അതിപ്പോ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ SFI ഈ സർക്കാർ ഒരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഗവർണർക്കെതിരെ. എന്തെങ്കിലും ഒരു ഉത്തരവ് വന്നോ? എന്തെങ്കിലും ഒരു മാറ്റം വന്നോ? ബില്ല് എവിടെ? അപ്പോ ഞങ്ങൾ ഗവർണർക്കെതിരെ ഇതാ കേസ് കൊടുക്കാൻ പോകുന്നു, ഞങ്ങൾ അങ്ങനെ ആക്കാൻ പോകുന്നു, ഇങ്ങനെ ആക്കാൻ പോകുന്നു എന്ന് വീരവാദം മുഴക്കി എന്നല്ലാതെ എന്തെങ്കിലും നടന്നോ? ആ സാധനം പ്രസിഡന്റിന്റെ കയ്യിലല്ലേ ഇപ്പോ. അപ്പൊ നിയമപ്രകാരം ചെയ്യേണ്ട വിഷയങ്ങളെല്ലാം ഗവർണർ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിയമവിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം സമ്മതിക്കില്ല എന്ന് പറയുന്ന സമയത്ത് വെറുതെ ഹാലിളകിയിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രിക്കും ബാക്കിയുള്ള മന്ത്രിസഭാ അംഗങ്ങൾക്കും അവര് പറയുന്ന രീതിയിൽ അവര് പറയുന്ന സ്ഥലത്ത് ഒപ്പിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ ഗവർണറെ കിട്ടില്ല. ഗവർണർ പ്രതിഷേധിക്കേണ്ട അവിടെ പ്രതിഷേധിക്കും. സമ്മതം തരാൻ സാധിക്കില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം അത് പറയും. ഞാൻ അഫ്സലിലേക്ക് പോകാം. അതിനു മുമ്പ് കൃഷ്ണദാസിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തണം. അങ്ങ് ഈ ഇന്ത്യ സഖ്യത്തെ വിശേഷിച്ചുള്ള ഇന്ത്യ അലയൻസ് എന്നാണ് ഉപയോഗിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അങ്ങ് വിശദീകരിക്കണം. അതിന് പകരം അങ്ങയുടെ രാഷ്ട്രീയ എതിരാളികൾ നിങ്ങളുടെ പാർട്ടിയെ BJ പാർട്ടി എന്ന് വിളിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? അതായത് ഇന്ത്യ അലയൻസ് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയെ BJ പാർട്ടി എന്ന് വിളിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഞാൻ മനസ്സിലാക്കുന്നത് ആ അവസാനത്തെ A ന്റെ ഫുൾ ഫോം അലയൻസ് എന്നാണ്.
അപ്പൊ പിന്നെ ഇന്ത്യ അലയൻസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ അലയൻസ് ആണ്. ഇന്ത്യയിലെ എ ഉണ്ടല്ലോ, അതിൽ അവസാനത്തെ എ എന്ന് പറയുന്നത് അത് അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അലയൻസ് ആണ്. അപ്പൊ ഇന്ത്യ മുന്നണി എന്ന് വിളിക്കാൻ സാധിക്കുള്ളൂ. അല്ല, ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോമാറ്റ്. ഇന്ത്യ എന്ന് പറയാനുള്ള വൈമനസ്യം കൊണ്ടാണോ നിങ്ങൾ അങ്ങനെ വിളിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. അതിന്റെ ഫുൾ ഫോം എന്ന് പറയൂ, ഒന്ന് അജിംസ് ഒന്ന് പറയൂ. അല്ല, എനിക്ക് ഫുൾ ഫോം പറയാനല്ല, ഇന്ത്യ എന്ന് പൂർണ്ണമായിട്ട് വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ഇന്ത്യ അലയൻസ് എന്ന് വിളിക്കുന്നത്. അല്ലല്ല, ഇന്ത്യ അലയൻസ് അല്ല. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല. ഞാൻ അതിൽ ക്ലാരിഫിക്കേഷൻ വരുത്തിയതേ ഉള്ളൂ. അതിലെന്തെങ്കിലും വൈമനസ്യം ഉണ്ടോ എന്ന് ചോദിച്ചെന്നുള്ളൂ. ശ്രീ അഫ്സൽ ഇവിടെ ND മുന്നണി എന്ന് വിളിക്കാം. നമ്മുടെ വിഷയം അതല്ല. ശ്രീ അഫ്സൽ ഇവിടെ BJP ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, നിയമവിരുദ്ധമായ ഒരു കാര്യവും ഗവർണർ ചെയ്യുന്നില്ല. ഗവർണർ ബില്ലിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്ത ഹർജി സുപ്രീം കോടതിയിലുണ്ട്. ഗവർണറുടെ അധികാരം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. സർക്കാർ അധികാര ദുർവിനിയോഗം നടത്തുന്നതിന് അദ്ദേഹം ചെറുക്കുന്നു, തുറന്നു കാട്ടുന്നു. അതാണ് നിങ്ങളുടെ പ്രശ്നം. ഇതിനുള്ള മറുപടി എന്താണ്? ഈ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്ന ഗവർണറുടെ പ്രവർത്തനത്തിനല്ലേ സുപ്രീം കോടതി തലക്കെട്ട് കിഴക്കൊടുത്തത്? സുപ്രീം കോടതി പറഞ്ഞത് എന്താ? പഞ്ചാബ് ഗവർണർക്കെതിരെ പറഞ്ഞ വിധിയുണ്ട്, പോയി വായിച്ചു നോക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കോടതി വിധി പറയാൻ പോകുന്നതിന് തലേ ദിവസം പിടിച്ചുവച്ച ബില്ലുകളെല്ലാം രാഷ്ട്രപതിക്ക് അയച്ചത്? ഇത് നിയമപരമായ പ്രവർത്തനമാണോ? ഇന്ത്യൻ ഭരണഘടന ആഗ്രഹിക്കുന്ന പ്രവർത്തനമാണോ? ഇത് ആവുന്ന ഇഷ്ടമുള്ളിടത്തോളം കാലം പിടിച്ചു വെക്കുകയും സുപ്രീം കോടതിയിൽ ഇതാ തനിക്കെതിരെ വിധി വരാൻ വേണ്ടി പോകുന്നു, പഞ്ചാബിലുണ്ടായതുപോലെ മറ്റു സംസ്ഥാനങ്ങളുണ്ടായതുപോലെ എനിക്കെതിരെ വിധി വരാൻ വേണ്ടി പോകുന്നു എന്ന് കണ്ട ഉടനെ എടുത്ത് ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു. ചില ബില്ലുകൾ ഒപ്പുവെച്ചു. ഈ വെച്ച ബില്ലുകളെ കുറിച്ചും അതിലേക്കൊന്നും സൂക്ഷ്മമായി പോകുന്നില്ല. ഇവിടെ ഗവർണർ എന്ന് പറയുന്ന ആള് വാക്കിന് വിലയും വ്യവസ്ഥയുള്ള ആളാണോ? ഇവിടെ BJP-ക്കാർ പറയുമ്പോൾ ഇപ്പം നേരത്തെ BJP-യുടെ നേതാവ് പറഞ്ഞത് SFI-ക്കാർ ആക്രമിക്കാൻ ആഞ്ഞു, SFI-ക്കാർ കമ്പ് കൊണ്ട് എറിഞ്ഞുന്നാ. ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നില്ല. ആ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാവില്ല എന്താ സംഭവം എന്നുള്ളത്. നേരത്തെ BJP നേതാവ് ചോദിച്ചത് ഇത് ഈ ഇന്ത്യയിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ ഗവർണർക്കെതിരെ ഇങ്ങനെ പ്രതിഷേധം? നിങ്ങളൊന്നും ചരിത്രം പഠിക്കുന്നതല്ലാണ്. 2019 നിങ്ങളുടെ സർക്കാർ തന്നെ കേന്ദ്രം ഭരിക്കുന്ന കാലത്ത് നിങ്ങളുടെ തന്നെ മറ്റൊരു ഗവർണർ ജഗദീപ് എന്ന് പറയുന്ന ഗവർണർ വെസ്റ്റ് ബംഗാളിൽ ഇരിക്കുന്ന സമയത്ത് ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് അവിടുത്തെ വിദ്യാർത്ഥികൾ അയാളെ കയറ്റാതെ സമരം ചെയ്തു മടങ്ങിപ്പോവേണ്ടി വന്നു. മടങ്ങിപ്പോയപ്പോൾ അവിടുത്തെ ഗവർണർ നിങ്ങളുടെ കളിപ്പാവയായിരുന്നെങ്കിലും ഇത്രത്തോളം കളിപ്പാവയല്ലാത്തത് കൊണ്ട്, ഇത്രത്തോളം മാനസിക പ്രശ്നം അയാൾക്കില്ലാത്തത് കൊണ്ട് അയാൾ പോലീസിനെ ചീത്ത പറയാനോ പോലീസിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 124 വകുപ്പ് പ്രയോഗിക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല. അത് പ്രതിഷേധങ്ങൾ ഗവർണർക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആവശ്യമെങ്കിൽ രാഷ്ട്രപതിക്കെതിരെയും നടത്താനുള്ള അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ. അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും. ഇവിടെ BJP-യുടെ നേതാവ് പറഞ്ഞ ഓരോ കാര്യം ഗവർണർ പ്രയോഗിക്കുന്ന അധികാരം എന്താണ്? ഈ ഗവർണർക്ക് ചാൻസലർ പോസ്റ്റിൽ ഇരിക്കാൻ അർഹതയുണ്ടോ? ഗവർണർ ആദ്യം പറഞ്ഞത് എന്താ? കേരളത്തിന് നിയമസഭ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ യൂണിവേഴ്സിറ്റി ചാൻസലർ പോസ്റ്റിൽ നിന്ന് ഒഴിയാന്ന് പറഞ്ഞു. കേരളത്തിന് നിയമസഭ തീരുമാനമെടുത്തു, ഒഴിഞ്ഞോ? ഒരു വർഷം കഴിഞ്ഞൊരു തീരുമാനം എടുത്തിട്ട്. അപ്പോൾ വാക്കിന് വിലയും വ്യവസ്ഥയും ഇല്ല. ഇവിടെ ഇപ്പോൾ ഗവർണർ പറയുന്നു, നേരത്തെ പറഞ്ഞു പാലക്കാടും ആലപ്പുഴയും ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ പോലീസ് കേസെടുത്തില്ല എന്ന് പറഞ്ഞു എന്ന് ഒരു വാർത്ത ഞാൻ കണ്ടു. അതിൽ പാലക്കാടും ആലപ്പുഴയിലും SFI പരിഷത്ത് കേസെടുത്തിട്ടില്ലേ? ഇങ്ങനെ ഓരോ സമയവും പറയുന്ന കാര്യങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞ് കള്ളം പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കി കള്ളം പറഞ്ഞ് സത്യമാക്കി മാറ്റാമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ, കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് BJP-യുമായിട്ട് CPM-ന് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ, അവർ തീരുമാനിക്കട്ടെ ആരാണ് BJP-യുമായിട്ട് സഖ്യമുണ്ടാക്കുന്നത്, ഇടതുപക്ഷമാണോ അതോ UDF ആണോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഇവിടെ പറഞ്ഞ 1-2 കാര്യങ്ങൾ. ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം എന്താ? ഗവർണർ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ അതേ വാക്കുകളാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഗവർണർക്ക് സുരക്ഷിതത്വം നൽകേണ്ട ഉത്തരവാദിത്വമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് നൽകാതെ SFI-ക്കാരെ കൊടി കൊടുത്ത് പറഞ്ഞയക്കുന്നു ഗവർണർക്കെതിരെ സമരം നടത്താനെന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇവിടെ ശബരിനാഥ് വന്ന് പറയുന്നത് പോലെയല്ല, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വേറെ നേതാവ് പറയുന്നത് പോലെയല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഗവർണർക്ക് ചൂട്ടുപിടിക്കുന്ന, ഗവർണർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന, ഗവർണറെ സംരക്ഷിക്കേണ്ട സർക്കാർ ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ SFI-ക്കാരെ സമരത്തിന് അയക്കുന്നു എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ ആർക്കാണ് ഒരേ സ്വരം, ആർക്കാണ് ഒരേ മനം,
ആർക്കാണ് ഒരേ നിലപാട്? അത് BJPക്കും കോൺഗ്രസിനുമാണ് ഒരേ സ്വരവും ഒരേ മനവും ഒരേ നിലപാടും. ഇവിടെ ഗവർണറുടെ ചെയ്ത്തിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ഗവർണറുടെ ചെയ്ത്തിൽ, ഗവർണറുടെ ചാൻസലറുടെ ഇടപെടലിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന ബില്ലിനെ പിന്തുണയ്ക്കുകയല്ലായിരുന്നു UDF ചെയ്യേണ്ടത്? UDF പിന്തുണച്ചോ? ഗവർണർ കാവ്യവൽക്കരണത്തിന് വേണ്ടി സർവകലാശാലകൾ ഉത്തരേന്ത്യയിലെ പോലെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പോലെ കാവ്യവൽക്കരണത്തിന്റെ കേന്ദ്രമാക്കാൻ വേണ്ടി RSSന്റെ ആശയം മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള നിലപാടാണ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാൻ വേണ്ടി കേരളത്തിലെ നിയമസഭ തീരുമാനിച്ചത്. വൈസ് ചാൻസലറായി RSകാരെ നിയമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പാഠം ഈ പറയുന്ന സെനറ്റിൽ ഉൾപ്പെടെ ഇടപെടുന്നു. പല ഇടപെടൽ നേരത്തെ ഉണ്ടാകുന്നു. ഇടപെടൽ നിയമപരമാണെന്നാണ് കൃഷ്ണദാസ് പറയുന്നത്. അഫ്സൽ, കേരളത്തിലെ സെനറ്റിലേക്കുള്ള നോമിനേഷൻ നിയമപരമാണ് എന്നാണ് കൃഷ്ണദാസിന്റെ വാദം. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അതെ, ഞാൻ അതിലേക്ക് വരികയാണ്. ഞാൻ ശബരിനാഥിന് മറുപടി കൊടുക്കട്ടെ. ആ സമയത്ത് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് മാറ്റാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാർ ഇടപെട്ടപ്പോൾ BJPയുടെ സംഘപരിവാർ വൽക്കരണത്തിന് നിലപാട് സ്വീകരിക്കേണ്ട കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടെന്താണ്? പിന്നെ ഇവിടെ നേരത്തെ BJP നേതാവ് പറഞ്ഞു, സെനറ്റിലേക്ക് നോമിനേഷൻ നാമനിർദ്ദേശം ചെയ്തത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചത് ഗവർണറുടെ അധികാര പരിധിക്കകത്തുള്ള കാര്യമാണെന്ന്. ആയിക്കോട്ടെ, ഗവർണർ ചാൻസലറാണ്, അദ്ദേഹം അധികാര പരിധിക്കകത്ത് നിന്ന് നോമിനേറ്റ് ചെയ്യട്ടെ. പക്ഷേ എവിടുന്ന് കിട്ടി പേരുകൾ? ഉത്തർപ്രദേശുകാരനായ ഉത്തരേന്ത്യക്കാരനായ കേരളത്തിലെ ഗവർണറായിരുന്നിട്ട് പോലും കേരളത്തിൽ സ്ഥിരതാമസക്കാരനല്ലാത്ത കേരളത്തിലെ ഗവർണർക്ക് എവിടുന്ന് കിട്ടി പേരുകൾ? ഇവിടെ ശബരിനാഥൻ കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ കൂളായി എന്തോ ചെറിയ കാര്യമെന്ന മട്ടിൽ പറഞ്ഞുപോയി. നിങ്ങൾക്കത് ചെറിയ കാര്യമായിരിക്കാം. പക്ഷേ ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റ്, ABVPയുടെ യൂണിറ്റ് സെക്രട്ടറി ഈ രാജ്യത്തെ സംഘപരിവാരത്തിന്റെ കേന്ദ്രമാക്കാൻ വേണ്ടി, മതരാഷ്ട്രമാക്കാൻ വേണ്ടി ചൊല്ലി പഠിക്കുന്ന ABVPക്കാർ വിദ്യാർത്ഥികളുടെ മാൻഡേറ്റ് നേടാതെ ചാൻസലറുടെ മുതുകത്തേറി യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് കടന്നു വരുന്നത് വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അവാർഡ് ചെയ്യുന്ന വേദി പോലെയുള്ള ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയില് ഗോൾവാൾക്കറുടെ പുസ്തകം പഠിപ്പിക്കാൻ നിങ്ങളുടെ ഗോൾവാൾക്കറുടെ പുസ്തകം പഠിപ്പിക്കാൻ തീരുമാനിച്ച നിങ്ങളുടെ ഈ പറഞ്ഞ ഒറ്റ കാര്യം കൂടി, ഇത്ര പ്രശ്നക്കാരനായ ഗവർണറെ ഒരു നിമിഷം അത് പറ. ഓക്കെ അഫ്സൽ, ഒറ്റ കാര്യം, ഇത്രയും പ്രശ്നക്കാരനായി ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന പ്രമേയം UDF കൊണ്ടുവന്നപ്പോൾ LDF അംഗീകരിച്ചില്ല. എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഇവർ ഈ ഒത്തുകളി ആരോപണം ഉന്നയിക്കുന്നത്. അഫ്സൽ, ഈ ശ്രീ ശബരിനാഥൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ അതുകൊണ്ട് മറുപടി പറയാം. അദ്ദേഹം ഇടപെടണ്ടല്ലോ. ഗോൾവാൾക്കറുടെ പാഠപുസ്തകം പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ആരാണെന്നാണ് ചോദിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോൾവാൾക്കറുടെ പുസ്തകം പഠിപ്പിക്കാൻ നിങ്ങളുടെ VC അല്ലേ? സുഹൃത്തെ, അതിൽ പഠിപ്പിക്കാൻ വേണ്ടി സിലബസ് രൂപപ്പെടുത്തിയപ്പോൾ അതിൽ വളരെ കൃത്യമായി SFI അഭിപ്രായം പറയുകയും കേരളത്തിലെ സർക്കാർ നിലപാട് സ്വീകരിക്കുകയും കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് അതിൻ്റെ ബന്ധപ്പെട്ട സമിതികൾ യോഗം ചേർന്ന് അത് പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. ഇവിടെ സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും പാഠപുസ്തകം പഠിപ്പിക്കുന്നത് ഞാൻ കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസ് നേരത്തെ ഭരിച്ച, കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്ന ഹിമാചൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പാഠപുസ്തകത്തിലെ കായ്വൽക്കരണത്തെക്കുറിച്ച് ഞാൻ പറയണോ? ആ സമയത്ത് സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ച് പറയണോ? രാമക്ഷേത്ര ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ്സുകാർ സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ച് പറയണോ? ഇവിടെ ആങ്കർ ചോദിച്ച കാര്യത്തെക്കുറിച്ച് പറയാം. വിഷയാധിഷ്ഠിതമാണ് കാര്യങ്ങൾ. ഗവർണർ എന്ന് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാനെതിരെയല്ല സമരം. ഗവർണർ എന്ന് പറയുന്ന ഭരണഘടനാ പദവിക്കെതിരെയല്ല സമരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ RSSന്റെ ചെരുപ്പ് നക്കുന്ന, RSSന്റെ റബ്ബർ സ്റ്റാമ്പായി പ്രവർത്തിക്കുന്ന അതിഭീകരമായ സാഹചര്യം വരുന്നു. അമിതാധികാരം പ്രയോഗിക്കുന്നു. അയാൾക്കില്ലാത്ത, അദ്ദേഹത്തിനില്ലാത്ത അവകാശങ്ങൾ പ്രയോഗിക്കുന്നു. ഇവിടെ സെനറ്റിലേക്ക് RSSകാരെ, BJPക്കാരെ, കോൺഗ്രസ്സുകാരെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം അതൊക്കെ ശരി. അപ്പൊ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ ഇരുന്നോട്ടെ ഗവർണർ സ്ഥാനത്ത്, ഇവിടെ ശബരിനാഥ് അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ എന്നാണ് നിങ്ങളുടെ അല്ലേ? അല്ല, അങ്ങനെയല്ല. ഞാൻ അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത്. ഒരു 20 കൊല്ലം മുമ്പ് സ്വീകരിച്ച സമീപനാണോ സ്വീകരിക്കേണ്ടത്? അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്ന് രാഷ്ട്രീയ സാഹചര്യം മാറി. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ എന്നുള്ള എല്ലാ സീമകളും ലംഘിച്ച് പക്ക
തേർഡ് റേറ്റ് രാഷ്ട്രീയ ഗുണ്ടയെ പോലെ പെരുമാറുന്ന സ്ഥിതി വന്നു. അതായത് ഇതാണ് രാഷ്ട്രീയ മാറ്റം. അതിന് ഗവർണർ നൽകുന്ന വ്യാഖ്യാനം അന്ന് നിങ്ങൾ ഗോപിനാഥ് രവീന്ദ്രനെ VC ആക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം മേലൊപ്പ് ചാർത്തി വിട്ടു. ഇന്ന് അദ്ദേഹം ചില കാര്യങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? അങ്ങനെയല്ല. ഗോപിനാഥ് രവീന്ദ്രനെ VC ആക്കുന്ന കാര്യം അവിടെ പറഞ്ഞു. ഗോപിനാഥ് രവീന്ദ്രനെ VC ആക്കിയ സമയത്ത് ഇപ്പൊ അവസാനം വന്ന സുപ്രീം കോടതി ജഡ്ജ്മെന്റ് എന്താ? കേരളത്തിലെ സർക്കാരിനെതിരാണോ ജഡ്ജ്മെന്റ്? ആ ജഡ്ജ്മെന്റിൽ കേരളത്തിലെ സർക്കാർ ആർക്കെതിരായാലും ഗോപിനാഥ് രവീന്ദ്രൻ VC സ്ഥാനത്തില്ല. ഇപ്പോൾ ആർക്കെതിരാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ സ്ഥാനത്തില്ല. അത് യാഥാർത്ഥ്യമാണ്. സ്ഥാനത്തിൽ അങ്ങനെയല്ല. അങ്ങനെ പെരിഫറലായി എന്ന് പറഞ്ഞു പോയാൽ ശരിയാവില്ല. 4 കാര്യങ്ങൾ പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ യോഗ്യത പരിശോധിച്ചു, വയസ്സിന്റെ പ്രശ്നം പരിശോധിച്ചു, റീ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് പരിശോധിച്ചു. ഈ 3 കാര്യങ്ങളും പ്രശ്നമില്ല. നിയമിച്ച ഗവർണർ പിന്നീട് മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവന, അതാണ് പ്രശ്നമായത്. ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ കണ്ട നിലപാട് മാറ്റുന്ന ശീലം ഗവർണർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കത്ത് തെളിവാണ്. ആ പ്രസ്താവന മാത്രമല്ല. ഞാൻ മടങ്ങി വരാം. അതല്ല നമ്മുടെ വിഷയം. ഞാൻ മടങ്ങി വരാം. അതിലേക്ക് ഒരു ഇടവേള. ശ്രീ ശബരിനാഥൻ, കേരള ചരിത്രത്തിൽ ഒരിക്കലും, രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു പോരാണ്, ഒരു തരത്തിലും ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു പോരാണ് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ളത്. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ സംസ്ഥാനം അതീവ ഗുരുതരമായ ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നിങ്ങളും സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം കളിക്കുകയും നിരന്തരം രാഷ്ട്രീയമായ ഡിസ്റപ്ഷൻ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത്ര ഗൗരവമുള്ള ഒരു വിഷയത്തിൽ എന്നാൽ ഗവർണറോടൊപ്പം നിന്ന് 2 പ്രസ്താവന നടത്തി കുറച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടായിക്കളയാം എന്നൊരു ലാക്ക് പ്രതിപക്ഷത്തിനുണ്ടോ? പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ പ്രസ്താവന ഉൾപ്പെടെ അഫ്സൽ ചൂണ്ടിക്കാട്ടുന്നു. ഇല്ല, അങ്ങനെ ഒരിക്കലുമില്ല. ഞാൻ ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് ശ്രീ അഫ്സലിന് എനിക്കൊന്ന് ടിപ്പിക്കലായിട്ടുള്ള ഈ പുതിയ SFIക്കാരുടെ ഒരു പ്രശ്നമുണ്ട്. അവർ ഹെഡ്ലൈൻസ് മാത്രമേ വായിക്കത്തുള്ളൂ, അകത്തോട്ട് അവർ ആഴത്തിൽ പഠിക്കുന്നില്ല. നേരത്തെ എന്താണ് പറഞ്ഞത്? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളെല്ലാം കൂടെ ഇടപെട്ടിട്ടാണ് അത് മാറ്റിയതാണെന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഗോപിനാഥ് രവീന്ദ്രൻ ഇൻക്ലൂഷൻ ഓഫ് എക്സ്ട്രാക്ഷൻ ഫ്രം സവർക്കർസ് ഹിന്ദുത്വ ഇസ് ഹിന്ദു, ഗോൾവാക്കേഴ്സ് ബഞ്ച് ഓഫ് തോട്ട്, വി ആർ നേഷൻഹുഡ് ഡിഫൈൻഡ്, ദീൻ ദയാൽ ഉപാധ്യാസ് ഇൻ്റഗ്രൽ ഹ്യൂമാനിസം, ബൽറാജ് ബദോക്സ് ഇന്ത്യനൈസേഷൻ വാട്ട് വൈ ആൻഡ് ഹൗ എന്നീ പുസ്തകങ്ങളിൽ നിന്നുള്ള സംക്ഷിപ്ത രൂപമെടുത്ത് സിലബസ് ഉണ്ടാക്കി അപ്രൂവ് ചെയ്തു. അപ്പോൾ കോൺഗ്രസ്, മുസ്ലിം ലീഗും അടക്കമുള്ള സംഘടനകൾ സമരം ചെയ്തു. ഇടതുപക്ഷ സഹയാത്രികളായിട്ടുള്ള ആളുകൾ ഇവിടെ കാവ്യവത്കരണം ഇടതുപക്ഷം തന്നെ ചെയ്യുകയാണെന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ 2 അംഗ കമ്മിറ്റിയെ കൊണ്ടുവന്ന് അത് മാറ്റിയെടുത്തത്. അല്ല, ആദ്യമേ നിങ്ങൾ ചെയ്തുകൊണ്ട് ആദ്യം ഇത് ഉൾപ്പെടുത്താൻ തീരുമാനമെടുത്തിരുന്നു. അത് സമരം ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷ നിരീക്ഷകരും ഒക്കെ ചെയ്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് പിന്നോട്ട് വരേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത മഹത്തായിട്ടുള്ള കാര്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീ VD സതീശൻ്റെ പത്രസമ്മേളനത്തിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാതെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ ആദ്യത്തെ വരി കണ്ട് അദ്ദേഹം ഗവർണറെ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള നിലപാടാണ്. ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് ഞാൻ പറയുന്നു. ഇന്നലെ ഗവർണേഴ്സ് അഡ്രസ്സിൽ CPM നിലപാട് വരുന്നതിന് മുമ്പ് തന്നെ ഈ സർക്കാർ, ഈ ഗവർണർ ചെയ്ത് തെറ്റായിപ്പോന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് കാണിച്ചു, ആർജവം പ്രതിപക്ഷം കാണിച്ചു. നമ്മൾ രാഷ്ട്രീയ ലാഭം നോക്കിയതാണോ? അതൊരു പ്രൊപ്രൈറ്റി ഇല്ലാതെ ഗവർണർ ഇടപെട്ടു എന്നുള്ള കാര്യം കോൺഗ്രസ് തന്നെയാണ് പറഞ്ഞത്. പിന്നെ അടുത്ത നിങ്ങൾ പറഞ്ഞു എന്താണ്, സുപ്രീം കോടതിയിൽ പോയപ്പോൾ അവിടെ എല്ലാം കൊള്ളാം, പക്ഷേ ഗവർണറുടെ തീരുമാനം മാത്രമാണ് സ്കോഷ് ചെയ്തത്. എന്താണ് ഈ പറയുന്നത്? ആ ഗവർണറിൻ്റെ ഈ പറഞ്ഞ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് അൺവാറണ്ടഡ് ഇൻ്റർഫറൻസ് ബൈ ദി സ്റ്റേറ്റ് എന്നുള്ളതാണ്. അതിനുള്ള ഉദാഹരണമായി കാണിച്ചത് ഗവർണറുടെ പത്രസമ്മേളനവും അതിൽ ബഹുമാനപ്പെട്ട മന്ത്രി കൊടുത്ത കത്തുമാണ്. നിങ്ങളുടെ മന്ത്രി ഒരു പേപ്പറിൽ ഇന്നയാളെ ആക്കണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തല്ലോ. അത് ആ തീരുമാനം നിങ്ങളുടെ മന്ത്രി ഗവർണറിനെ സർക്കാരിൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ വേണ്ടി കത്ത് കൊടുത്തത് കൊണ്ടല്ലേ ഇവിടെ സുപ്രീം കോടതി നിങ്ങളുടെ VCയുടെ ഈ പറഞ്ഞ പൊസിഷൻ റദ്ദാക്കിയത്. അതൊന്നും അറിയാതെ ചുമ്മാ വന്നവിടെ ബടായി പറയുകയാണ്. ഇനി അജിംസ് പറഞ്ഞ കാര്യത്തിലുള്ള കൃത്യമായിട്ടുള്ള നിലപാട്, ഇവിടെ CPM എന്ത് രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുമുണ്ട്. 15th ഫിനാൻസ് കമ്മീഷനെക്കുറിച്ചും 16th ഫിനാൻസ് കമ്മീഷനെക്കുറിച്ചും ഇതിന് വാദോരാതെ സംസാരിക്കുന്ന കോൺഗ്രസ് MP-മാരാണ്. നിങ്ങൾ ലോക്സഭാ ചർച്ചകൾ എടുത്തു നോക്കൂ. അവിടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന സാമൂഹിക പുരോഗതി കണക്കിലെടുക്കാതെ ഫണ്ട് വെട്ടിച്ചുരുക്കുന്ന വിഷയം ഏറ്റവും ആദ്യം ഉന്നയിച്ചത് കോൺഗ്രസും UPA-യുടെ ആളുകളും നമ്മുടെ ചിദംബരം അടക്കമുള്ള MP-മാരും ഒക്കെ, തരൂർ അടക്കമുള്ള ആളുകൾ, ശ്രീ പ്രേമേന്ദ്രൻ അടക്കമുള്ള ആളുകളെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ നമ്മളെ ക്ഷണിച്ചു. നമ്മൾ ആ സമരത്തിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. സമരം എന്ന് പറഞ്ഞ് പോയ ആളുകൾ ഇപ്പോൾ കേരള ഹൗസിൻ്റെ വെളിയിൽ ഒരു ഷെഡും കെട്ടി അവിടെ സെമിനാറും നടത്തി വൈകിട്ട് എനിക്ക് വന്നു നിങ്ങളുടെ അലോഷയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം.
അവിടെ വലിയ ഘോരം പ്രസംഗവും സമരം നടത്തുന്നു പറഞ്ഞവർ അവിടെ ചെന്ന് സെമിനാർ നടത്തുകയാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ED പേടിയാണ്, നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പേടിയാണ്. ഇവിടെ പല കേസുകളും മുഖ്യമന്ത്രിയുടെ തലയിൽ ഡെമോക്രസിൻ്റെ വാളിനെ പോലെ നിൽക്കുന്നത് കൊണ്ടും ഇവിടെ പറഞ്ഞ പല വിഷയങ്ങളിലും ഇവിടെ ബന്ധപ്പെട്ട് ED കേസുകൾ വരുന്നതുകൊണ്ട്, മസാല ബോണ്ട് വിഷയത്തിൽ കേസ് വരുന്നതുകൊണ്ട് ഒന്ന് മയപ്പെടുത്താമെന്ന് തീരുമാനിച്ചു. ആ മയപ്പെടുത്തൽ നിങ്ങൾ സമരത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ഈ ഹെഡ്ലൈൻ വായിക്കാതെ അഫ്സൽ ഗവർണർ നയപ്രഖ്യാപന രേഖ വായിച്ചോ? 10-65 പേപ്പറുണ്ട്. കഴിഞ്ഞ വർഷത്തെ നയപ്രഖ്യാപന രേഖയിൽ വലിയ ആർജവത്തോടു കൂടി BJPക്കെതിരെയും BJPയുടെ രാഷ്ട്രീയത്തിനെതിരെയും BJPയുടെ സംഘപരിവാർ ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ ഘോരം എഴുതിത്തള്ളിയ ആളുകൾ ഇത്തവണ ഒരു ചുക്കും പറഞ്ഞില്ല അതിനെക്കുറിച്ച്. ആകെ പറഞ്ഞിട്ടുള്ള സാമ്പത്തിക മാന്ദ്യതയെക്കുറിച്ചൊക്കെ ഒന്ന് തലോടി പോയേക്കുകയാണ്. എന്താ ഈ വർഷം BJPയുടെ ഹിന്ദുത്വ അജണ്ടയില്ലേ? ഈ വർഷം BJPയുടെ മൈനോറിറ്റി അജണ്ടയില്ലേ? ഈ വർഷം BJPയുടെ കാവ്യവൽക്കരണമില്ലേ? എടാ, ഒരു വാക്ക് പോലും നിങ്ങൾ SFIക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും നിങ്ങളുടെ ഗവർണേഴ്സ് അഡ്രസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? അത് പറയാത്തത്, അത് വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രശ്നം ഉണ്ടാക്കും, വായിക്കത്തില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വായിക്കണം. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി എന്നാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. നിങ്ങൾക്ക് ചായ സൽക്കാരത്തിൽ 20 ലക്ഷം രൂപ തരാം, വെളിയിൽ നമുക്ക് പോരാടാം. ഇതാണ് പറഞ്ഞത്. കൃത്യമായിട്ടുള്ള വിഷയാടിസ്ഥാനത്തിലുള്ള ഒരു അണ്ടർലൈൻ ബന്ധം നിങ്ങൾ തമ്മിലുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ നിങ്ങളുടെ നേതാക്കൾ അഫ്സൽ അടക്കമുള്ള ആളുകൾ, ആർഷോടക്ക ആളുകൾ ഘോരം പറഞ്ഞ ഒരു വാക്ക് പോലും നയപ്രഖ്യാപന രേഖയിൽ എഴുതാനുള്ള മനസ്സ് നിങ്ങളുടെ സർക്കാർ കാണിച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് പറയുകയാണ് നിങ്ങളാണ് ഏറ്റവും വലിയ പോരാട്ടം എന്നുള്ളത്. ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാട് കറക്റ്റാണ്, പ്രതിപക്ഷ നിലപാട് കൃത്യമാണ്. നമുക്ക് കേന്ദ്രത്തിനെതിരെ പോരാടുവാൻ ചെറിയ കക്ഷിയായിട്ടുള്ള CPMൻ്റെ ആവശ്യമില്ല. ശക്തമായി തന്നെ ലോക്സഭ 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പാർലമെൻറ്റിൽ ഈ വിഷയം ശക്തമായി കോൺഗ്രസ് ഉന്നയിക്കും. ഗവർണറുടെ നാടകങ്ങൾക്ക് കോൺഗ്രസ് അനുകൂലിക്കുന്നില്ല. പക്ഷേ ഇവിടെ അതേ സമയത്ത് മുഖ്യമന്ത്രിയും ഗവർണറും ഒരു തരത്തിൽ അവരുടെ ഈ അധികാരം ആസ്വദിക്കുകയാണ്, അർമാദിക്കുകയാണ്. അതാണ് കേരളത്തിലുണ്ടായ പ്രശ്നം. അത് അവർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മേഖല അടക്കം 10,000-40,000 കുട്ടികൾ എല്ലാ വർഷവും കേരളം വിട്ടുപോകുന്ന നമ്മുടെ സംസ്ഥാനത്ത് 2,000-3,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്ന ഈ കുട്ടികൾ തിരികെ പോയാൽ തിരികെ വരാത്ത രീതിയിലുള്ള ഒരു തകർച്ച നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ ഇവർ ഈ ചക്രവർത്തി പോരാട്ടം കാരണം ഈ നാട് പിന്നോട്ട് പോവുകയാണ്. അതിനെതിരെ ഗുരുതരമായിട്ടുള്ള കൺസേൺസ് പാർട്ടിക്കുണ്ട്, പ്രതിപക്ഷത്തിലുണ്ട്. നമ്മൾ അതിനുവേണ്ടിയുള്ള പോരാട്ടം തുടരുകയും ചെയ്യും. ശരി, ഈ കൃഷ്ണദാസ്, നിങ്ങളും കേരളത്തിലൊരു പ്രതിപക്ഷ പാർട്ടിയാണല്ലോ. ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുക, അവർക്ക് വേണ്ടി സമരം ചെയ്യുക എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ശബരിനാഥൻ പറഞ്ഞതുൾപ്പെടെ ഒരുതരം ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്ന വിധം യുവാക്കളുടെ വൻതോതിലുള്ള കുടിയേറ്റം മറ്റ് രാജ്യങ്ങളിലേക്ക്, അവർ തിരികെ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. മറ്റൊന്ന്, പെൻഷൻ തുക ലഭിക്കാത്ത ഉൾപ്പെടെ ഒരു ഭിന്നശേഷിക്കാരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ അതൊന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ഒരു തരത്തിലുള്ള പ്രതികരണവുമില്ല. ഇവിടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന വിധം ഗവർണർ ചില ഷോ കാണിക്കുന്നു, ആളുകൾ അതിൻ്റെ പുറകെ പോകുന്നു. പ്രതിപക്ഷത്ത് ഗവർണർ, മറുവശത്ത് സംസ്ഥാന സർക്കാർ. ശരിക്കും പ്രതിപക്ഷ പാർട്ടികൾ എന്ത് ചെയ്യുകയാണ്? ശ്രീ കൃഷ്ണദാസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ പ്ലീസ്, കേൾക്കുന്നില്ല. ക്ഷമിക്കണം, ഞാൻ അജിംസ് ചോദിച്ചതിന് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അഫ്സൽ സൂചിപ്പിച്ചൊരു സംഗതി ഉണ്ടായിരുന്നു. അതായത് സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലും ഒക്കെ ആളെ നിയമിക്കുന്നതിന് എവിടുന്ന് ഗവർണർക്ക് പേരുകൾ കിട്ടിയിരുന്നു? ഇത് തന്നെയാണ് പ്രശ്നം. അതായത് നിഷ്പക്ഷമായ ആളുകളെ നിയമിക്കുന്നതിന് പകരം CPM കൊടുക്കുന്ന ലിസ്റ്റ് ആയിരുന്നെങ്കിൽ SFIക്ക് ഒരു പ്രശ്നവുമില്ല. കാലാകാലങ്ങളിൽ കേരളത്തിൽ നടക്കുന്നത് പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന പേരുകൾ ഗവർണർമാർ ഈ പറയുന്ന രീതിയിൽ സിൻഡിക്കേറ്റിൽ, സെനറ്റിൽ, മറ്റ് കോൺട്രാക്ട് ജോലികളിൽ ഇതിലെല്ലാം നിയമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നിയമവിരുദ്ധമായ സംഗതികൾ ചോദ്യം ചെയ്യുന്ന സമയത്താണ് SFIക്കും CPM-നും എല്ലാം ഗവർണറുടെ ലിസ്റ്റിൽ ABVP-കാരൻ വരുന്നു അതേ വഴിയിലൂടെയല്ലേ ശ്രീ കൃഷ്ണദാസ്? ഗവർണർ കൊടുക്കുന്ന ലിസ്റ്റിൽ ABVP-കാരൻ വരുന്നു അതേ വഴിയിലൂടെയല്ലേ? അത് നിയമവിരുദ്ധമല്ലേ? ഞാനൊരു സംഗതി ചോദിച്ചോട്ടെ. ഞാന് 10-75 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിൽ അർഹമായ ഒരു BJP-കാരനോ ഒരു ABVP-കാരനോ വരുന്നതിൽ എന്താ ആർക്കാ തടസ്സം? അത് അർഹതയല്ല, അത് വിദ്യാർത്ഥികളുടെ മാൻഡേറ്റോട് കൂടി വരുന്നതല്ല എന്നാണ് പറയുന്നത്. ഒരു തരത്തിലും വിദ്യാർത്ഥികളുടെ മാൻഡേറ്റോട് കൂടി വരുന്നതല്ല എന്നാണ്. അർഹതയുണ്ടെങ്കിൽ അജിംസ്, അർഹതയുണ്ടെങ്കിൽ കൊടുക്കുന്നതിന് എന്താ തെറ്റ്? അപ്പൊ വിഷയം പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് തന്നെ അവിടെ നിയമനം നടത്തണം എന്നുള്ള വാശിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. CPM പറയുന്ന സ്ഥലങ്ങളിൽ ഒപ്പിട്ട് കൊടുക്കണം ഗവർണർ എന്ന് പറഞ്ഞാൽ അതിനി നടക്കില്ല.
അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ധാരണ അദ്ദേഹം പറയുന്ന സ്ഥലത്ത് ഗവർണർ ഒപ്പിടും എന്നുള്ളതാണ്. അതിനി നടക്കില്ല. അത് കാലം മാറി, നിങ്ങൾ രാജ്യം പറയുന്നത് മാറിയിരിക്കുന്നു. ഭരണഘടനയ്ക്ക് ഇത് മുകളിലാണ് ഗവർണറുടെ സ്ഥാനം എന്ന നിലയിലാണ്. മുഖ്യമന്ത്രി പിണറായി ഒരിക്കലുമല്ല. വിജയന്റെ അഡ്വൈസ് ഒരിക്കലുമല്ല. അനുസരിച്ച് അദ്ദേഹം- മാത്രം പ്രവർത്തിക്കേണ്ട ഒരു പദവി മാത്രമാണ് ഗവർണർ. മുഖ്യമന്ത്രി പിണറായി അദ്ദേഹം വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും ഭരണഘടനയ്ക്ക് എന്ത് പറയുന്നു അത് ചെയ്യുക, അവരുടെ ഉപദേശാനുസരണം മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ പദവിയാണ് ഗവർണർ. അത് നടക്കില്ല എന്ന് ഗവർണർ പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. തെറ്റാണ്. താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റാണ്. അതായത് സർക്കാർ പറയുന്നത് എന്തും അനുസരിക്കുക എന്നുള്ളതല്ല ഒരു ഗവർണറുടെ ജോലി. സർക്കാർ പറയുന്ന സ്ഥലത്തെല്ലാം ഒപ്പിട്ട് കൊടുക്കുക എന്നൊരു റബ്ബർ സ്റ്റാമ്പ് അല്ല ഗവർണർ. ഗവർണറിന് വിവേചനാധികാരമുണ്ട്. ഭരണഘടനയിൽ നിന്നുകൊണ്ട് തന്നെ ആ വിവേചനാധികാരം അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു. നിയമവിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം തള്ളുന്നു. നിയമത്തിനനുസരിച്ചിട്ടുള്ള വരുന്ന സംഗതികൾ മാത്രം അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കുന്നു എന്നുള്ളൊരു നിലപാടാണ് ഗവർണർ എടുക്കുന്നത്. താങ്കൾ ഒരു ചോദ്യം കൂടി ഇതിനു മുമ്പിൽ ചോദിച്ചു, സാമ്പത്തികമായിട്ട് കേന്ദ്രമല്ലാതെ അല്ല, ഈ ഒരു അസംബ്ലി പാസാക്കിയ നിയമം ഒപ്പിടാതിരിക്കുന്നത് എന്ത് വിവേചനാധികാരമാണ്? അതിന് വിവേചനാധികാരം എന്നാണ് പറയുക? അല്ല, അദ്ദേഹത്തിന് ആ നിയമം നിർമ്മിച്ചതിനുള്ള ചില അദ്ദേഹത്തിന് ഒരു നിമിഷം അഫ്സൽ പ്ലീസ് ഇടപെടരുത്. കൃഷ്ണദാസ് എന്ന് പറയട്ടെ. ഒരു അസംബ്ലി ഒരു നിയമം പാസാക്കിയാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തോന്നിയാൽ വേണ്ടി മാറ്റിവെക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കൂടുതൽ നിയമോപദേശം തേടാം. ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വിശ്വഭാരതി സർവകലാശാല കൊൽക്കത്തയിൽ രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ചതാണ്. അതിന്റെ റെക്ടർ സ്ഥാനത്ത് പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ഇന്നയാൾ തന്നെ അവിടെ ചാൻസലർ ആയിരിക്കും നിർബന്ധമൊന്നുമില്ലല്ലോ. അത് തീരുമാനിക്കാനാണല്ലോ ജനങ്ങൾ തെരഞ്ഞെടുത്ത അസംബ്ലി അവിടെ ഉള്ളത്. നിലവിലുള്ള സംവിധാനത്തിനെതിരെ ഒരു ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഒരു ആക്ട് അവതരിപ്പിക്കുകയാണ് നിയമസഭയിൽ. നടക്കില്ല. നിലവിലുള്ള സംവിധാനം മാറ്റാൻ എന്താണ് കാരണമെന്ന് കൃത്യമായി ഗവർണറെ ബോധ്യപ്പെടുത്താത്ത പക്ഷം അദ്ദേഹം എന്തിനൊപ്പിടണം? നിലവിലൊരു സംവിധാനമുണ്ട്. നിലവിലുള്ള സംവിധാനം മാറ്റാനുള്ള ഒരു കാരണവും ബോധിപ്പിക്കാതെ ഒരു നിയമനിർമ്മാണം നടത്തിയാൽ ഗവർണർ അതിൽ ഒപ്പിടില്ലേ? ഒപ്പിട്ടിട്ടില്ലല്ലോ. സുപ്രീം കോടതി അതെന്ത് നിയമമാണ്? ഇതൊക്കെ ഗവർണർ എന്തിനു ബോധിപ്പിക്കണം? നമ്മുടെ അസംബ്ലി ഒരു നിയമനിർമ്മാണം നടത്തുന്നു. ആ നിയമനിർമ്മാണം നടത്താനുള്ള കാരണം ആ ചർച്ച അസംബ്ലിയിലാണ് നടക്കുന്നത്. എന്തുകൊണ്ട് ഇത് മാറ്റുന്നു എന്നുള്ളത് ആ നിയമത്തിലുണ്ട്. ആ ബില്ല് ചർച്ച ചെയ്യുന്ന വേളയിൽ നിയമസഭയിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന കാരണത്താൽ ഗവർണറെ മാറ്റുന്നു എന്ന് ഗവർണറോട് പോയി പറയണോ? അത് ഗവർണറെ ബോധ്യപ്പെടുത്തിയാൽ മതി. അദ്ദേഹം ഒപ്പിടും. ഗവർണർക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് പ്രസിഡന്റിനെ അയച്ചത്. സുപ്രീം കോടതി വിഷയമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അധികാരം പറയുന്നുണ്ടോ? ശരി, അദ്ദേഹത്തിന് എന്ത് അധികാരമുണ്ടത് ചെയ്യാൻ? ശ്രീ അഫ്സൽ, അതാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഗവർണർ പ്രവർത്തിക്കുന്നത് നിയമപരമായാണ്. നിയമപരമായിട്ടില്ലായിരുന്നെങ്കിൽ സർക്കാരിന് കോടതിയിൽ പോയി ഇതൊക്കെ തിരുത്താമായിരുന്നു. അതൊന്നും നടക്കാത്തത് ഗവർണർ നിയമം വിട്ട് കളിക്കുന്നില്ല എന്നാണ് BJP പറയുന്നത്. സർക്കാർ കോടതിയിൽ പോവുകയും സർക്കാരിന്റെ അപേക്ഷയിൽ റിട്ടിൽ കോടതി കൃത്യമായി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തല്ലോ. ഗവർണറോട് പറഞ്ഞ് പഞ്ചാബ് ഗവർണർക്കെതിരെയുള്ള വിധി വായിച്ചു നോക്കാനാണ്. ആ വിധി വായിച്ച മനസ്സിലായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത്. എന്നിട്ട് തൊട്ട് ദിവസം ഗവർണർക്കെതിരെയുള്ള കേസ് ഗവർണർക്കെതിരെയുള്ള പെറ്റീഷൻ എടുക്കാൻ നിൽക്കുന്നതിന്റെ തലേ ദിവസം പിടിച്ചു വെച്ച ബില്ലുകളെല്ലാം രാഷ്ട്രപതിക്ക് അയച്ചത് എന്തിനാണ്? പഞ്ചാബ് ഹൈക്കോടതി വിധി അല്ല കൃഷ്ണദാസ്, അത് വായിച്ചു നോക്കാൻ സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷമാണ് അത് രാഷ്ട്രപതിക്ക് അയച്ചത്. കൃഷ്ണദാസ്, അതായത് സുപ്രീം കോടതിയിൽ നിന്ന് ഈ ചെവിക്ക് പിടിച്ചപ്പോഴാണ് ആ സാധനം പൂഴ്ത്തിവെച്ച ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത്. അതുകൂടി സുപ്രീം കോടതി ഒരു ചെവിക്ക് പിടിച്ചില്ല. പച്ചക്കള്ളം പറയല്ലേ? സമയം പോയി. ഇവിടെ BJP പ്രതിനിധിയുടെ സംസാരം കേട്ടാൽ നമുക്ക് തോന്നുക അവരുടെ നിലപാട് വളരെ കൃത്യമാണ്. ഗവർണർ രാജാവാണ് എന്നുള്ള ധാരണയിലാണ്. പഞ്ചാബ് ഹൈക്കോടതിയുടെ വിധി വായിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുകയും ചെയ്യും. കൃഷ്ണദാസ്, ഒരു നിമിഷം. അഫ്സൽ പൂർത്തിയാക്കി, 1.5 മിനിറ്റേ ഉള്ളൂ പ്ലീസ്. പഞ്ചാബ് ഹൈക്കോടതി ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം ഈ കാര്യമേ അറിഞ്ഞിട്ടില്ല. സുപ്രീം കോടതി വിധി വന്ന കാര്യമേ ഇദ്ദേഹം അറിഞ്ഞു കാണില്ല, അല്ലെങ്കിൽ അറിയാത്ത പോലെ നടിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേസ് തൊട്ടടുത്ത ദിവസം പ്രതികൂലമായി വരുമെന്ന് കണ്ടപ്പോഴാണ് രാഷ്ട്രപതിക്ക് പിടിച്ചുവെച്ച ബില്ലുകൾ അയച്ചു കൊടുത്തത്. ഞാൻ അതിലേക്ക് ഇനിയും പറഞ്ഞ് സമയം കളയുക. ഗവർണർ രാജാവല്ല. ഈ കേരളത്തിൻ്റെ നിയമസഭ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. അവിടുത്തെ MLA മാർ ചർച്ച ചെയ്ത് അനുകൂലിച്ചും പ്രതികൂലിച്ചും വോട്ട് ചെയ്ത് പാസ്സാക്കുന്ന നിയമങ്ങൾ പിടിച്ചു വെക്കാൻ ആജീവനാന്തകാലം
ആരിഫ് മുഹമ്മദ് ഖാൻ ഇല്ലാതാവുന്നിടത്തോളം കാലം പിടിച്ചു വെക്കാൻ അധികാരം ഇന്ത്യൻ ഭരണഘടന ആരിഫ് മുഹമ്മദ് ഖാന് നൽകുന്നില്ല. അത് ഇന്ത്യൻ ഭരണഘടനാ ലംഘനമാണ്. ഇവിടെ ശ്രീ ശബരിനാഥ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അതിലേക്ക് വീണ്ടും വീണ്ടും പറയുന്നില്ല. സംഘപരിവാർ വൽക്കരണത്തിനെതിരെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ വൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസിന്റെ വിദ്യാസംഘടനയായ KSU എന്ത് ചെയ്തു? മുസ്ലിം ലീഗിന്റെ വിദ്യാസംഘടനയായ MSF എന്ത് ചെയ്തു? വരുന്ന കാലത്ത് വരുന്ന തലമുറ ചോദിക്കുമ്പോൾ തലകുനിച്ചിരിക്കേണ്ടി വരും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഉത്തരേന്ത്യയിലെ പോലെ കാൽവൽക്കരിക്കാൻ വേണ്ടി ഗോഡ്സെയെ കുറിച്ച് പഠിപ്പിക്കാതെ ശബരി സമയമില്ല, എന്തെങ്കിലും പറയാനുണ്ടെന്ന് പറഞ്ഞോളൂ പ്ലീസ്. അടച്ചുമൂടാൻ കാൽവൽക്കരണത്തിനെതിരെ ഏറ്റവും കൂടുതൽ പോരാടുന്നത് ഭരണപക്ഷത്തുള്ളത് കോൺഗ്രസ് ആണ്. നിങ്ങൾ കർണാടകത്തിൽ നോക്കിയാൽ മതി. കർണാടകത്തിൽ അധികാരത്തിന് എന്ത് ചെയ്യുന്നത് നോക്കിയാൽ മതി. ശരി, കേരളത്തിലെ കാര്യമാണ് അഫ്സൽ ചോദിച്ചത്. എന്നാലും ഓക്കെ, വളരെ നന്ദി ശ്രീ കൃഷ്ണദാസ്, ശ്രീ അഫ്സൽ, ശ്രീ ശബരിനാഥൻ ഇത്രയും സംസാരിച്ചതിന് ഒരു ഇടവേള.